ഹല്ലേലൂയ. അഭിഷേകം അന്നെ എന്ന വചന സന്ദേശം ദൈവ ആലോചന നമുക്ക് പകർന്നു തരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സങ്കീർത്തന പുസ്തകം 73 അധ്യായത്തിന്റെ 24 വചനം, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, എങ്ങനെയാണ് ഒരു മനുഷ്യനെ ദൈവം നടത്തുക. അവിടുത്തെ ആലോചന പ്രകാരമാണ് ഒരു ഭക്തനെ ദൈവം നടത്തുന്നത്. ഒരു ദൈവമകനെ ദൈവം നടത്തുന്നത് ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ് നടത്തുന്നത്. അബ്രഹാമിനെ ദൈവം നടത്തിയത് ദൈവ ആലോചന പ്രകാരമാണ് ദൈവം നടത്തിയത്. മോശയെ ദൈവം നടത്തിയത് ദൈവത്തിന്റെ ആലോചന പറഞ്ഞാണ് മോശയെ ദൈവം നടത്തിയത്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് തേനും പാലും ഒഴുകുന്ന ഒരു കാനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ദൈവം തന്റെ ആലോചന പകർന്നു കൊടുത്താണ് മോശ മുഖാന്തരം ദൈവം നയിക്കുവാൻ ഇടവരുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൈവം ഇന്ന് നമ്മോട് ആലോചന പറഞ്ഞു തന്ന നമ്മളെ നടത്തുന്നത്. നമ്മുടെ ചെറിയ കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും ഉണ്ടെങ്കിൽ അതിന് ചില ബാലശിക്ഷകളൊക്കെ തന്ന് നമ്മളെ വെട്ടിയൊരുക്കി തന്റെ ആലോചനകളെ പകരുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവത്തിന്റെ കൂടെ നടക്കുന്നത് എത്ര സന്തോഷകരമാണെന്നറിയാമോ? അവന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ വന്ന് പതിക്കണം. എന്നോട് എന്റെ പേര് ചൊല്ലി എന്നെ വിളിക്കണം. കർത്താവ് അബ്രഹാമിനെ വിളിച്ചു, പേര് ചൊല്ലി. നമ്മുടെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പേര് ചൊല്ലി വിളിക്കുന്ന നമ്മുടെ കർത്താവ്, നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന്. അവന്റെ ശബ്ദം ഒന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്ന് കേട്ടാൽ മതി. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളൂ. കണ്ടോ, പിന്നത്തേതിലോ ആലോചനയും നടത്തിയാലോ മഹത്വം കാണാൻ ഇടവരുത്തും. ഫിലിപ്പോസിനെ ദൈവം ആലോചന പ്രകാരം നടത്തി ഗസ്സയിലെത്തി. എന്ത് ചെയ്യണം? അപ്പോഴാണ് രഥത്തിൽ ഷണ്ടൻ വരുന്നത് കാണുന്നത്. രഥത്തോട് ചേർന്ന് നടക്കാൻ ദൈവാലോചന കിട്ടി. രഥത്തോട് ചേർന്ന് നടന്നപ്പോൾ പ്രവാചക പുസ്തകം വായിക്കുന്ന ശബ്ദം കേട്ടു. ഇതിന്റെ പൊരുൾ അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ ആരെങ്കിലും എനിക്കൊന്നും തിരിച്ചു തരണമെന്ന് ഷണ്ടൻ പറഞ്ഞപ്പോൾ ഇതാ രഥത്തിൽ കയറ്റി ഷണ്ടനോടുകൂടെ ഫിലിപ്പോസ് യാത്ര ചെയ്യുമ്പോൾ ദൈവ ആലോചനകളാണ് വെളിപ്പെടുത്തിയത്. ദൈവം ഫിലിപ്പോസിന് കൊടുത്ത ആലോചന ഫിലിപ്പോസ് ഷണ്ടന് പകർന്നു കൊടുത്തപ്പോൾ ദൈവ മഹത്വമാണ് അവർ കണ്ട് അനുഭവിക്കാൻ ഇടവന്നത്. അങ്ങോട്ട് രഥത്തിൽ പോയെങ്കിൽ ഇങ്ങോട്ട് ദൂതൻ അവനെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവാലോചന പ്രകാരം നടന്നാൽ, ആലോചന നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറാൻ തുടങ്ങിയാൽ, അവിടെ വരെയും നമ്മൾ നടന്നു പോയെങ്കിൽ ആലോചന പറയാൻ തുടങ്ങുമ്പോൾ രഥത്തിലാകും. ആലോചന കേൾക്കുന്ന മനുഷ്യന്റെ അകത്ത് ആലോചന വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദൂതൻ നമ്മളെ കൊണ്ടുപോകും, ആത്മാവ് നമ്മളെ കൊണ്ടുപോകും എവിടെ വേണമെങ്കിലും. ദൈവം മഹത്വം അനുഭവിക്കാനാണ് നമ്മളെ ദൈവം വിളിച്ചത്. അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ പ്രഭാതത്തിൽ നമ്മൾ വേദനിച്ചിരിക്കേണ്ട, നമ്മൾ വിഷമിച്ചിരിക്കേണ്ട, നമ്മൾ അസ്വസ്ഥമായി ഇരിക്കേണ്ട, നമ്മൾ ഈ ലോക ആലോചനകളൊന്നും വേണ്ട. കുടുംബത്തിലുള്ളവർ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ വേദനിച്ചാണോ ഇരിക്കുന്നത്? ഭർത്താവ് പറഞ്ഞ് ഭാര്യ വേദനിക്കുന്നുണ്ടോ? ഭാര്യ പറഞ്ഞ് ഭർത്താവ് വേദനിക്കുന്നുണ്ടോ? മക്കളുടെ ചില വാക്കുകളും മരുമക്കളുടെ ചില വാക്കുകളും കേട്ട് നമ്മൾ വേദനിക്കുന്നുണ്ടോ? ഇവിടെയാ കർത്താവ് പറയുന്നത്, എന്റെ ആലോചന കേൾക്ക്. സങ്കീർത്തന പുസ്തകം 1 അധ്യായത്തില് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നമ്മൾ നടക്കരുത്.
പാപികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. പരിഹാസികളുടെ കൂടെ നിങ്ങൾ ഒന്നിനും കൂട്ടുചേരരുത്. എന്റെ ആലോചന പ്രകാരം ഇരുന്നവൻ എത്ര ഭാഗ്യവാനാണ്, അവന്റെ വഴി എത്ര മനോഹരമാണ്. അതുകൊണ്ടല്ലേ തിരുവെഴുത്ത് പറഞ്ഞത്, കർത്താവിന്റെ പാദം, കർത്താവിന്റെ വചനം അനുസരിക്കുന്ന പാദം എത്ര സുന്ദരമാണ്. ഈ പ്രഭാതത്തിൽ അവന്റെ ആലോചന മാത്രം തിരുവെഴുത്തിലൂടെ നമുക്കൊന്ന് കേട്ടെ, വചനം ഒന്ന് വായിക്കാൻ ശ്രമിച്ചേ. ഈ കേൾക്കുന്ന വചനം എന്നോടാണ് കർത്താവ് പറയുന്നതൊന്ന് തിരിച്ചറിഞ്ഞ്. എന്തിനാ? ആദ്യം ആലോചന കേട്ടാൽ പിന്നെയുണ്ടല്ലോ, ആലോചനയിൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ ദൈവമഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. കണ്ടോ, പിന്നത്തേതിൽ മഹത്വത്തിലേക്കാകും. ആലോചന കേൾക്കുന്നവൻ മഹത്വത്തിലേക്ക് പോകും. ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തങ്ങ് പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തിരിക്കുക. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവാലോചന പ്രകാരം നടന്ന് നിന്റെ മഹത്വത്തെ അനുഭവിക്കുവാൻ ഈ പ്രഭാതം എനിക്കായി നീ തന്നെങ്കിൽ ആ പ്രഭാതത്തെ, ഈ പ്രഭാതത്തെ ഓർത്ത് നിന്നെ മഹത്വപ്പെടുത്തുക, നന്ദി പറയുക, ആരാധിക്കുക. അവിടുത്തെ ശക്തിയും കൃപയും എന്റെ മേൽ വെളിപ്പെടണം. ഞാനത് കണ്ട് അനുഭവിച്ച് കടന്നു പോകാൻ എനിക്ക് നീ തന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.